നഷ്ടപ്പെട്ട പണം എങ്ങനെയും തിരിച്ചു കിട്ടുക എന്നുള്ളതാ ഇപ്പൊ എന്റെ ലക്ഷ്യം. അത് കിട്ടിയാ ഇപ്പോഴുള്ള പകുതി ടെൻഷൻ കുറയും. ഉറുമിസ് തരകന് അഡ്വാൻസ് തിരിച്ചു കൊടുക്കാം. പിന്നെ ഒരിക്കലും കിളിക്കൂട് സാറിന് ചേച്ചിക്ക് നഷ്ടമാവുകയില്ല. ബാഗ് വീട്ടില് ബെഡ്റൂമിലെ ഷെൽഫിനുള്ളിൽ. ഷെൽഫിന്റെ കീ പില്ലോക്കടിയിലുണ്ട്. വീടിന്റെ കീ അമ്മുവിന്റെ കയ്യിലില്ലേ? ബാഗ് ഞങ്ങൾ എടുത്തോളാം. പിന്നെ സാറ് പേടിക്കൊന്നും വേണ്ട കേട്ടോ. ഒരു മൊട്ടു സൂചി പോലും അവിടെ നഷ്ടപ്പെടില്ല. അപ്പൊ കാണാം സർ. ഓക്കെ. ഇതാണോ? ആടി ഷംനെ, ഇതാ നോക്ക്. നോക്ക്. അപ്പൊ ഇതാണല്ലേ ബാഗ്? ഇത് ലിറ്ററേച്ചറിന്റെ ബുക്കാണല്ലോ. നമ്മുടെ കോളേജിലെ ലിറ്ററേച്ചറിന് പഠിക്കുന്ന ആരുടെയോ ബുക്കാണിത്. എടി, വിഷ്ണു ലിറ്ററേച്ചർ അല്ലേ പഠിക്കുന്നത്? ഏയ്, അവൻ യൂണിയൻ ചെയർമാൻ അല്ലേ. അവൻ ഇതുപോലുള്ള പരിപാടിക്കൊന്നും നിൽക്കില്ല. ആ, അതൊരു പോയിന്റാ. പിന്നുള്ളത് രമ്യയും പ്രമോദൊക്കെയാ. എടി, അവരൊക്കെ നമ്മുടെ ക്ലാസ്സിലല്ലേ പഠിക്കുന്നത്? അമ്മു, ദേ നോക്കിയേ. ഇതേതോ മെഡിക്കൽ പ്രിസ്ക്രിപ്ഷൻ ആണല്ലോ. ഇതെങ്ങനെയാ ഇതിനകത്ത് വന്നത്? ഇത് നമ്മുടെ പ്രേമാൻഡിയുടെ പ്രിസ്ക്രിപ്ഷൻ അല്ലേ? ഇതേതോ പേഷ്യന്റിന് എഴുതിയതാണ്. പേഷ്യന്റിന്റെ പേര് നോക്കിയേ. അംബിക, വയസ്സ് 52. അപ്പൊ നിന്റെ പ്രേമാൻറ്റിയെ കണ്ട ഈ പേഷ്യന്റ് ആരാന്ന് അറിയാൻ കഴിയും. ഇനി അതാ ചെയ്യേണ്ടത്. ആ, ഇത് ഞാൻ എഴുതിയത് തന്നെയാ. അംബിക. ഈ പേഷ്യന്റ് ഗേൾസ് സ്കൂളിലെ ടീച്ചറാ. ഇത് അനീമിയയ്ക്കുള്ള ടാബ്ലറ്റാ. എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന ഫാമിലി ഈ അംബിക ടീച്ചറുടേത്. ടീച്ചറുടെ മോൾ രോഷ്നി നിങ്ങളുടെ കോളേജിലല്ലേ പഠിക്കുന്നത്? രോഷ്നിയോ? അതെ, രോഷ്നി എന്ന് തന്നെയാ കുട്ടിയുടെ പേര്. വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാ. ആ, ഇപ്പൊ പിടികിട്ടി. ഈ ക്വിസ് കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുക്കാറുള്ള കുട്ടിയാണോ? ആ, അത് തന്നെയാ. BA ഫൈനൽ ഇയറാ രോഷ്നി. താങ്ക് യു ആന്റി. ഇത്രയും വിവരങ്ങൾ കിട്ടാൻ സഹായിച്ചതിന് ഒരുപാട് നന്ദി. എന്താ ശ്വേതേ കാര്യം? 3 പേരും കൂടി എന്ത് കുരുത്തക്കേടാ ഒപ്പിക്കാൻ പോകുന്നത്? ഒരു കുരുത്തക്കേടുമില്ല. ആന്റി ധൈര്യമായിട്ടിരുന്നോ. കാര്യം എന്താണെന്ന് പിന്നെ ഞാൻ വന്ന് വിശദമായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, താങ്ക്സ്. ആ ശ്വേതേ, മുത്തച്ഛന് ഞാനൊരു ടോണിക് എടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി കൊണ്ടുപോയിക്കോ. ഇപ്പൊ എടുത്തിട്ട് വരാം. ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. ഈ റോഷ്നിക്ക് ഇതുമായിട്ട് നേരിട്ട് വല്ല ബന്ധം ഉണ്ടായിരിക്കുമോ? ഏയ്, അതിനുള്ള ചാൻസ് ഒന്നുമില്ല. അതൊരു നല്ല കുട്ടിയാ. എങ്കിൽ അവളുടെ ബുക്ക് ആരെങ്കിലും മോഷ്ടിച്ചെടുത്ത് ബാഗിനുള്ളിൽ വെക്കാനാണ് ചാൻസ്. കറക്റ്റ്. എടി, എനിക്കൊരു ഐഡിയ. മോഷണം നടത്താൻ വേണ്ടി അവർ പുതുതായി വാങ്ങിച്ച ബാഗല്ലേ അത്? അതുകൊണ്ട് എടി, അതെ, അതിന്റെ ബില്ല് കിട്ടിയിരുന്നെങ്കിൽ അത് വെച്ച് ആ ബാഗ് മേടിച്ച ആളെ കണ്ടുപിടിക്കായിരുന്നല്ലോ. എൻ്റെ അമ്മേ. അത് ശരിയാവില്ലല്ലേ? ബാഗ് മേടിച്ചപ്പോ ബില്ല് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നും ഇല്ല അല്ലേ? ഓ, എന്നെ കൊല്ല് കൊല്ല് കൊല്ല്. എന്തോടി നിനക്ക്? അപ്പോ ഇനി നമുക്ക് രേഷ്മയെ കണ്ടുപിടിക്കണം. നമുക്കൊന്നിച്ച് സബ്മിറ്റ് ചെയ്യാം. ഇതാ നോക്കിയേ, ആ നിൽക്കുന്ന വയലറ്റ് കളർ ചുരിദാറില്ലേ, അതാ രോഷ്നി. വാ വാ. ഹായ് രോഷ്നി. ഹായ്. ഇവരറിയോ? പിന്നെ അറിയാം. റോഷ്നിയോട് ഒരു കാര്യം സംസാരിക്കണമായിരുന്നു. വിരോധമില്ലെങ്കിൽ ഒന്ന് വരുമോ? ശരി. റോഷ്നിയുടെ അമ്മ സുഖില്ലാതെ ഹോസ്പിറ്റലിലാണല്ലേ? അതെ. ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു? എന്റെ ആന്റിയാണ് ഡോക്ടർ പ്രേമ. ആന്റിയാണല്ലോ റോഷ്നിയുടെ അമ്മയെ ചികിത്സിക്കുന്നത്. ആന്റി പറഞ്ഞറിഞ്ഞതാ കേട്ടോ. പിന്നെ ആന്റി കുറിച്ചു തന്ന ടാബ്ലറ്റ്സ് ഒക്കെ കഴിച്ചു തുടങ്ങിയോ? ഇല്ല,
പ്രിസ്ക്രിപ്ഷൻ ഞാനൊരു ടെക്സ്റ്റ് ബുക്കിൽ വെച്ച് മറന്നുപോയി. ഇതാണോ ആ ബുക്ക്? അതെ, ഇത് തന്നെയാ ബുക്ക്. ഇതെവിടുന്ന് കിട്ടി? ഒന്ന് ഓർത്തു നോക്കിയേ, ഇത് ആരുടെ കയ്യിലാ ലാസ്റ്റ് കൊടുത്തത്? രമ്യക്ക് വിഷ്ണുവിന് എന്തോ റെഫർ ചെയ്യണോന്ന് പറഞ്ഞ് വാങ്ങിച്ചോണ്ട് പോയതാ. പിന്നെ ഇത് നഷ്ടപ്പെട്ടു എന്നും പറഞ്ഞ് രമ്യ എൻ്റെ അടുത്ത് വന്ന് സോറി പറഞ്ഞു. ഞാൻ പിന്നെ എന്താ ചെയ്യാ? ഹോ, ഇതെന്റെ കയ്യിൽ നിന്ന് നഷ്ടമായെന്നാ ഞാൻ കരുതിയത്. അല്ല, അമ്മു പറയേ, നിങ്ങൾക്കിത് എവിടുന്നാ കിട്ടിയത്? ഒക്കെ ഞാൻ പിന്നീട് പറയാം. അപ്പൊ ഞാൻ ബുക്ക് തന്നേക്കാം. ഇപ്പൊ തന്നാൽ എന്താ പ്രശ്നം? ഒരു കാര്യമുണ്ട് റോഷ്നി, അതുകൊണ്ടല്ലേ. ഈ ബുക്ക് ഞാൻ തന്നെ ഭദ്രമായിട്ട് റോഷ്നിയുടെ വീട്ടിൽ കൊണ്ട് തന്നിരിക്കും. ഷുവർ. ശരി, എന്നാ ഞാൻ പൊയ്ക്കോട്ടെ. രമ്യ. അപ്പോ അവളാണ് വില്ലത്തി. അവൾ ഏത് ഗുഹയിൽ പോയി ഒളിച്ചാലും പൊക്കിയിരിക്കും നമ്മള്. അത് ശരിയാവില്ല. ലൈബ്രറിയിൽ നമുക്കൊരു പ്രൈവസി കിട്ടില്ല. എന്നാ പിന്നെ ചിൽഡ്രൻസ് പാർക്കിലെ കോഫി ഷോപ്പിൽ വെച്ച് മീറ്റ് ചെയ്യാം. ഓക്കെ? എന്താ? എന്ത് വേണം നിങ്ങൾക്ക്? ഈ ബുക്ക് നീ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇത് ലിറ്ററേച്ചറിന്റെ ബുക്കല്ലേ? എന്റെ സബ്ജക്ട് ഫിസിക്സ് അല്ലേ? നിന്റെ സബ്ജക്ട് അറിയാൻ വേണ്ടി ചോദിച്ചതല്ല. അരുൺകുമാർ സാറിന്റെ കാറിൽ നിന്ന് തട്ടിയെടുത്ത ബാഗ് മാറ്റി പകരം വെച്ച ബാഗിലുണ്ടായിരുന്ന ബുക്കുകളിൽ ഒരെണ്ണമാണിത്. അതിന് ഞാനെന്ത് വേണം? വിഷ്ണുവിന് കൊടുക്കാൻ വേണ്ടി റോഷ്നി നിന്നെ ഏൽപ്പിച്ച ബുക്കാ ഇത്. ഇതെങ്ങനെയാടി ആ ബാഗിൽ വന്നത്? എനിക്കറിയില്ല. നിങ്ങൾ എന്തെന്നെ ചോദ്യം ചെയ്യണോ? എനിക്ക് വേറെ പണിയുണ്ട്. കുത്തി കേറ്റിക്കളയാൻ. സത്യം പറടി, ഇല്ലെങ്കിൽ ഞാൻ നിന്റെ 2 കണ്ണും കുത്തിയെടുക്കും. അറിയാലോ എന്നെ. പറഞ്ഞതുപോലെ ചെയ്യും ഞാൻ. അയ്യോ ശേതു, പ്ലീസ്, സത്യം പറയാൻ ഞാൻ റോഷ്നിയുടെ കയ്യിൽ നിന്ന് ഈ ബുക്ക് വാങ്ങിയത് ഞാനാ. പക്ഷെ ബാഗിൽ വെച്ചത് ഞാനല്ല, പ്രമോദ. പ്രമോദോ? ഹലോ പ്രമോദേ. ശരി, വെറുതെ ഉടക്കണ വരണ്ട. എനിക്കിപ്പോ തീരെ സമയമില്ല. വേണമെങ്കിൽ നമുക്ക് പിന്നെ കാണാം. പക്ഷെ ഞങ്ങൾക്ക് ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ, ഇല്ലടി? ആ, വേണമെങ്കിൽ ഉടക്കുകയും ചെയ്യാം. പക്ഷേ അതിനു മുമ്പ് നിന്നോട് കുറെ കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. നീ ആ കീങ് തന്നെ, എന്നിട്ട് നീ നിന്റെ പാട് നോക്കി പോയേ. എങ്ങോട്ട് പോകാൻ? നിന്നെ കാണാനല്ലേടാ ഞങ്ങള് വന്നത്. അപ്പൊ കാണണ്ടാന്ന് പറഞ്ഞ് നീ ഒഴിഞ്ഞു മാറിയാലോ? ശരിക്കും സങ്കടാവൂട്ടോ. ആഹാ, ഒഴിഞ്ഞു മാറാനോ? ഞാനോ? എങ്കി പിന്നെ നിന്നെ കാണിച്ചിട്ട് തന്നെ കാര്യം. ദാ കണ്ടോ, കണ്ണു നിറച്ച് കണ്ടോടി. ഓ പ്രമോദേ, സത്യം പറയടാ, അരുൺ സാറിന്റെ അടുത്തുനിന്ന് മോഷ്ടിച്ച 17 ലക്ഷം നീ എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു? പണം മോഷ്ടിച്ചെന്നോ? ഏതാടി അരുൺ സാറ്? ഓ, നീ കുറെ കാലം പ്രേമപ്പനി പിടിച്ച പുറകെ നടന്ന ആ കോന്തനോ? കാശ് അങ്ങനെ എവിടെയെങ്കിലും കൊണ്ടുപോയി കളഞ്ഞതായിരിക്കും. അതിന് എന്റെ മെക്കെട്ട് കയറണ്ട. ഡാ മരമാക്രി, കാര്യം ചോദിക്കുമ്പോ വെറുതെ കൊഞ്ചനം കുത്തരുത് കേട്ടോ. എടാ പ്രമോദേ, ഞങ്ങൾക്കെല്ലാം അറിയാവുന്ന നിനക്കും അറിയാം. നിന്റെ ആക്ടിങ് മഹാബോറാട്ടോ. അതുകൊണ്ട് ചോദിച്ചതിന് മറുപടി പറയേ. ആ കാശ് എവിടെയെന്ന് പറ. കാശ് ഞാൻ എത്തേണ്ടടുത്ത് എത്തിച്ചിട്ടുണ്ട്. നീയൊക്കെ ചോണയുണ്ടേ കണ്ടുപിടിക്കൂ. ആഹാ, അതെവിടെയാ? വിവേകിന്റെ അടുത്താണോ എത്തിച്ചിരിക്കുന്നത്? നീ അവിടെയാ കൊടുത്തിരിക്കുന്നെന്ന് രമ്യെന്ന് ഞങ്ങൾ അറിഞ്ഞു. നിനക്ക് അവരെത്ര രൂപ ടിപ്പ് തന്നടാ? എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് പ്രമോദ ഞങ്ങൾ വന്നിരിക്കുന്നത്. മര്യാദയ്ക്ക് ചോദിക്കുന്നതിന് മറുപടി പറഞ്ഞോ, ഇല്ലെങ്കിൽ ഞങ്ങൾ ആരാണെന്ന് നിനക്ക് മനസ്സിലാക്കി തരും. പറടാ, എവിടെയാടാ ക്യാഷ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? എനിക്കൊന്നും അറിയില്ല. നിനക്കൊന്നും അറിയില്ലല്ലേ? അറിയാമോ? ഞങ്ങളൊന്നും നോക്കണ്ടാ. നിങ്ങൾ എന്തായി കാണിക്കുന്നത്? ആരും ഇതിൽ ഇടപെടരുത്. ഇടപെട്ട് കഴിഞ്ഞാ മോഷണ കേസിൽ നിങ്ങളും പ്രതികളാവും. മാറിന്നോ. വാടാ ഇങ്ങോട്ട്. നിനക്ക് അറിയത്തില്ലല്ലേ? എന്തോ നാടി നോക്കി നിൽക്കുന്ന അടിക്കടി. പറയത്തില്ലല്ലേടാ. ഓടോടാ നീ. എങ്ങോട്ടാടാ ഓടുന്നേ? എങ്ങോട്ടാടാ പോന്നെ? നിന്നെ ഞങ്ങൾ
അതിലെ വടി. അല്ലോ വേണ്ട പ്രമോദേ, തലമണ്ണ അടിച്ചു പൊടിക്കും. പ്രമോദേ വേണ്ട ഇങ്ങോട്ട്. ഷംന, നീ ഇതെടുക്ക. നമുക്ക് നീ അരുൺ സാറിന്റെ പൈസ മോഷിച്ച് രക്ഷപ്പെടാൻ നോക്കുന്നല്ലേടാ. അപ്പൊ നീയാണ് 17 ലക്ഷം തട്ടിയ ബിരുദം പ്രമോദ് അല്ലേ? ശരീരം മുഴുവൻ മുറിഞ്ഞിട്ടുണ്ടല്ലോടാ. ജയഭാരതിലെ ഈ കൂട്ടുകാരികൾ നന്നായിട്ട് നിന്നെ എടുത്തിട്ട് പെരുമാറിയല്ലേ? നാണം കെട്ടവൻ. കാര്യത്തിലോട്ട് വരാം. എങ്ങനെയാടാ നീ ഓപ്പറേഷൻ സംഘടിപ്പിച്ചത്? ആരൊക്കെ ഉണ്ടായിരുന്നു നിന്റെ കൂടെ? ഒക്കെ വിശദമായിട്ടൊന്ന് പറഞ്ഞേ, തുടക്കം മുതൽ കേക്കട്ടെ. അത് പിന്നെ സാർ പറയടാ. പറയാം. ഗ്രേറ്റ്. അപാര ബുദ്ധി തന്നെയാ നിനക്ക്. അല്ല, നിന്റെ കൂട്ടാളികൾ ആരൊക്കെയാ? ഓ, രമ്യയും വിഷ്ണു അല്ലേ? അവര് നിന്റെ ക്ലാസ്സിൽ തന്നെയാണോ പഠിക്കുന്നത്? രമ്യ അതെ, വിഷ്ണു ബോട്ടണിയില്ല. എന്നിട്ട് പണം എവിടെയാ? പണം അറിയില്ല സർ. ഞാൻ ഇവനെ ഇടിച്ചു പറയിപ്പിക്കട്ടെ. ഇന്ന് ഞാൻ ആരെ ഇടിച്ചിട്ടില്ല. വേണ്ട, അല്ലാതെ തന്നെ അവൻ പറഞ്ഞോളും. മോൻ പറ, പണം നിങ്ങളുടെ അടുത്തില്ലെങ്കിൽ പിന്നെ ആരുടെ അടുത്താ? ആരാ നിങ്ങളെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചേ? അതും കൂടി അറിഞ്ഞാലേ നമുക്കിത് വലിയ സ്ട്രെയിൻ ഒന്നും ഇല്ലാതെ അങ്ങ് അവസാനിപ്പിക്കാം. പറയടാ. വിവേകിന്റെ അടുത്താ ക്യാഷ്. വിവേകോ? അതാരടാ ഈ പുതിയ കണാരൻ? ആ പോട്ടെ, അവനെ ഞാൻ തപ്പിയെടുത്തോളാം. എന്നിട്ട് ഈ വിവേകേട്ടൻ നിങ്ങൾക്ക് തരാനുള്ളതും തന്നില്ലേ? ഞാനും രമ്യയും 50,000 വെച്ച് വാങ്ങിയിട്ടുണ്ട്. ബ്ലഡി ഫൂൾ. സർ, വിവേകിനെ എനിക്കറിയാം. എങ്ങനെ അറിയാം? സതേൺ ലീസിംഗ് കമ്പനിയുടെ മാർക്കറ്റിംഗ് മാനേജറായി വിവേക്. എന്റെ അമ്മ അവിടുത്തെ ലീഗൽ അഡ്വൈസറാ. ഓഹോ, അപ്പൊ ഈ കഥയ്ക്ക് പിന്നിൽ വേറെ കഥകളും ഉപകഥകളും ഒക്കെ ഉണ്ടല്ലേ? ഉണ്ടാവണമല്ലോ. അതാണല്ലോ ന്യൂ ജനറേഷൻ സ്റ്റൈല്. അപ്പോഴേ ഈ പറഞ്ഞ കഥാപാത്രങ്ങൾ, അതായത് രമ്യ, വിഷ്ണു, വിവേക്, ഇവരെ എത്രയും പെട്ടെന്ന് തപ്പിയെടുത്തോണ്ട് വരണം. അവരിപ്പോ എവിടെ കാണും സർ? കോണ്ടാക്ട് നമ്പറൊക്കെ ഈ പ്രമോദേട്ടൻ പറഞ്ഞുതരും. അത് കഴിഞ്ഞവനെ അങ്ങ് ലോക്കപ്പിലോട്ട് ഇട്ടേക്ക്. സർ പ്ലീസ്, ഒരിടി ഞാൻ ഇടിച്ചോട്ടെ സർ. ഒരിടി പ്ലീസ്. കൊതിയുണ്ടോ സർ? പോടോ. ഓ, സമ്മതിക്കില്ല. സർ, ഇനി ഞങ്ങൾക്ക് പോവാവോ സർ? പൊയ്ക്കോ. ആവശ്യം വന്നാൽ ഞാൻ ഇനിയും വിളിപ്പിക്കും. അപ്പം 3 പേരും വന്നേക്കണം.
ശരി സാർ. വടി. അല്ല, രക്ഷപ്പെട്ടു. പോവാ. ആകെ പ്രശ്നമായല്ലോ സാർ. നമ്മളിനി എന്ത് ചെയ്യും? ഇനി അങ്ങോട്ട് നന്നായി ആലോചിച്ച് വേണം ഓരോ നീക്കവും. പോലീസ് പ്രമോദിനെ കൊണ്ടുപോയെന്നാണ് രമ്യ പറഞ്ഞത്, അല്ലേ? അതെ. അവനെങ്ങാനും നമ്മുടെ പേര് പറഞ്ഞ അതോടെ തീർന്നു. ഹേയ്, ഡോണ്ട് ബി അപ്സെറ്റ്. ഒന്നും സംഭവിക്കില്ല. അതിനുള്ള വഴി നമുക്ക് നോക്കാം. രമ്യ. എടുക്ക്. ആ രമ്യ പറയ്. വിഷ്ണു, പോലീസ് പ്രമോദിനെ ചോദ്യം ചെയ്തു. അവന് ശരിക്ക് പെരുമാറിയപ്പോ അവൻ നടന്നതെല്ലാം പറഞ്ഞു. നമ്മുടെ എല്ലാവരുടെയും പേര് പറഞ്ഞിട്ടുണ്ട്. യൂസ്ലെസ്. നിങ്ങൾ രണ്ടുപേരും പോലീസ് തിരയുന്നുണ്ട്. ഉടനെ എങ്ങോട്ടെങ്കിലും മാറിയില്ലെങ്കിൽ പ്രശ്നമാവും. അപ്പോ നീ? ഞാൻ ഇന്ന് തന്നെ സ്ഥലം വിടാൻ നോക്കുക. ആ ശരി, നീ ഫോൺ വെച്ചോ. പ്രമോദിനെ ഉപദ്രവിച്ചപ്പോ അവൻ എല്ലാം പോലീസിനോട് പറഞ്ഞു. നമ്മൾ തേടി ഏത് നിമിഷവും പോലീസ് ഇവിടെ എത്തും. പോലീസ് വന്നോട്ടെ, പക്ഷേ നമുക്കും ചിലതൊക്കെ ചെയ്യാനുണ്ടല്ലോ. അഡ്വക്കേറ്റ് ജോൺസനെ ഞാനൊന്ന് വിളിക്കട്ടെ. പ്രമോദിനെ പോലീസ് ഉപദ്രവിച്ചെന്നല്ലേ പറഞ്ഞത്? ചില വകുപ്പുകൾ വേറെയുണ്ട് വിഷ്ണു. അത് വെച്ച് ഒന്ന് നോക്കാം. എന്തായാലും ഇതിൻ്റെ പേരിൽ ആ അമ്മുവും ടീമും ജയിച്ചെന്നാരും കരുതണ്ട. ഒരിക്കലും അതിന് സമ്മതിക്കില്ല നമ്മൾ. ഒരു മിനിറ്റ്. കണ്ടുപിടിച്ചു സാർ, കണ്ടുപിടിച്ചു. 17 ലക്ഷം അടിച്ചു മാറ്റിയവനെ ഞങ്ങൾ കണ്ടുപിടിച്ചു. സത്യമാണോ അമ്മി പറയുന്നേ? സത്യം. ഈ അമ്മൂനെ പോലെ സത്യം. ആരാ ആരാ പ്രതി? പ്രമോദ്. ഏത് പ്രമോദ്? ഞങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന പ്രമോദ് തന്നെ. അവനോ? എന്തിനാ അവനിത് ചെയ്തത്? ഞങ്ങളോട് പ്രതികാരം ചെയ്യാൻ. ഇപ്പൊ പ്രതികാരം ചെയ്തവൻ തന്നെ പ്രതിയായി. പിന്നെ അവൻ തനിച്ചല്ല കേട്ടോ. ഇതെല്ലാം ഒപ്പിച്ചത് വിഷ്ണുവും രമ്യയും പിന്നെ ആ വിവേകും കൂടെയുണ്ട്. അതെയോ? അപ്പോ ജോയിന്റ് വെഞ്ചർ ആയിരുന്നു അല്ലേ? എന്നാലും വിവേക് എങ്ങനെ ഇതിൽ വന്ന് പെട്ടു? അയാളാ മുഖ്യ സൂത്രധാരൻ. ഇപ്പോഴെങ്കിലും വിവേകിന്റെ തനിനിറം സാറിന് മനസ്സിലായല്ലോ. തനി ഫ്രോഡാ അയാള്. അത് നേരത്തെ മനസ്സിലാക്കിയതുകൊണ്ടാ അമ്മ എത്ര നിർബന്ധിച്ചിട്ടും അവനുമായിട്ടുള്ള മാരേജിന് ഞാൻ സമ്മതിക്കാത്തത്. ഹോ, എന്തായാലും ഞാൻ നിങ്ങളെ സമ്മതിച്ചു. ഞാൻ പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് ചെല്ലട്ടെ. എത്രയും പെട്ടെന്ന് ചാരുവിനോട് വിവരം പറയണം. ഞാൻ ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട് സർ. ചാരു ചേച്ചി നേരിട്ട് കണ്ട് ഞങ്ങളുടെ ഈ ഓപ്പറേഷൻ എനിക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പൊ ഓക്കെ സർ, ബൈ. അരുൺ സാറിനോടുള്ള നിന്റെ പഞ്ചാര വർത്താനം ഇത്തിരി കൂടുന്നുണ്ടോ കേട്ടോ. ഒരിക്കലും നേരിട്ട് കണ്ടിട്ടില്ലാത്ത ഒരുത്തനെ നിനക്ക് പ്രേമിക്കാമെങ്കിൽ സുന്ദരനും സുമുഖനും പിന്നെ സർവോപരി കോളേജ് അധ്യാപകനുമായ അരുൺ സാറിനെ എനിക്ക് 100 വട്ടം പ്രേമിക്കാം. പ്രേമിച്ചോ. പിന്നൊരു കാര്യം, നിന്റെ അരുൺകുമാർ സാറിനെ സഹായിക്കാൻ വേണ്ടിയൊന്നുമല്ല ഞാൻ ഈ കേസിന് പിന്നാലെ ഇറങ്ങി തിരിച്ചത്. നിന്റെ വണ്ടിയിൽ ബാഗ് വെച്ച ആളെ പിടിക്കാൻ വേണ്ടി തന്നെയാ. അതിനപ്പുറം സെന്റിമെന്റ്സ് ഒന്നും എനിക്ക് ഈ കാര്യത്തിലില്ല. ഓ, ഒരു സെന്റിമെന്റ്സ് കാരി. പോടി അവിടുന്ന്. ഹലോ സാർ. ഞാൻ അഡ്വക്കേറ്റ് ജോൺസൺ, ക്രിമിനൽ ലോയറാ. കേട്ടിട്ടുണ്ടാവും. ഓർക്കുന്നില്ല. മറന്നുപോയതായിരിക്കും. സാരമില്ല. എൻ്റെ വരവിന് പിന്നിൽ ഉദ്ദേശങ്ങൾ 2. ആദ്യത്തതൊരു പരാതിയാണ്. ദാ. ജയഭാരത് കോളേജിലെ സ്റ്റുഡൻറ്റ് പ്രമോദിനെ അതേ കോളേജിൽ പഠിക്കുന്ന 3 പെൺകുട്ടികൾ ചേർന്ന് മൃഗീയമായി മർദ്ദിച്ച് മാരകമായി പരിക്കേൽപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചു. ആ പ്രമോദാണ് ഈ ലോക്കപ്പിൽ കിടക്കുന്നത്. ദേ അങ്ങോട്ട് നോക്കിയേ. തൽക്കാലം ഇതൊന്നും നോക്കട്ടെ. ആ പ്രമോദിന്റെ ഈ പ്രമോദിന്റെ അച്ഛൻ തോപ്പിൽപ്പറമ്പിൽ വാസുദേവൻ നൽകുന്ന പരാതിയാണ് സാർ ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. മിസ്റ്റർ വാസുദേവൻ പറയുന്നത് എന്താ? അതാണല്ലോ ഈ പരാതിയിൽ എഴുതിയിരിക്കുന്നത്. താൻ വെറുതെ പറഞ്ഞ് മെനക്കണമെന്നില്ല. അമ്മു, ശ്വേത, ഷംന ഇവർ 3 പ്രതികൾ. അവരെ അറസ്റ്റ് ചെയ്യണം. അവർക്കെതിരെ നരഹത്യാ ശ്രമത്തിന് കേസെടുക്കുകയും വേണം. അതിനുള്ള വകുപ്പുമുണ്ട്. പണം കട്ടവനെ പിടിക്കാൻ ഒരു കൂട്ടർ,
പിടിച്ചവർക്കെതിരെ പരാതിയുമായി തൊട്ടു പിന്നാലെ കട്ടവന്റെ വക്കീൽ. ചേടാ, ഇത് കടുവയെ പിടിച്ച പോലെ ആയല്ലോ. അപ്പോ ഇമ്മീഡിയറ്റ് ആക്ഷൻ ഉണ്ടാവുമല്ലോ അല്ലേ? നോക്കട്ടെ. ആ, ഇനി രണ്ടാമത്തെ കാര്യം, പ്രമോദ് നിരപരാധിയാണെന്ന് സാറിന് ബോധ്യം വന്ന സ്ഥിതിക്ക്. ബോധ്യമെന്ന് ഞാൻ പറഞ്ഞു. അല്ല, ബോധ്യം വരുമല്ലോ, വരണമല്ലോ. അങ്ങനെ വരുമ്പോ ഈ ഇരിക്കുന്ന പ്രമോദിനെ ജാമ്യത്തിൽ വിടണം. ഇക്കാര്യത്തിലും ഒരു ഇമ്മീഡിയറ്റ് ആക്ഷൻ ഉണ്ടാവണം. പണം കവർന്നെന്ന് സമ്മതിച്ചു കഴിഞ്ഞ ആളെ അങ്ങനെ അങ്ങ് ജാമ്യത്തിൽ വിടാൻ പറ്റില്ല. കുട്ടിയല്ലേ, പോലീസിനെ പേടിച്ച് സമ്മതിച്ചതായിരിക്കും. എന്തായാലും പ്രാഥമിക അന്വേഷണം ഒന്ന് കഴിയട്ടെ. അത് കഴിഞ്ഞിട്ട് ആലോചിക്കാം ജാമ്യത്തിൽ വിടണോ വേണ്ടോന്ന്. ആലോചിച്ചോളൂ, കുഴപ്പമില്ല. പക്ഷേ മൃഗീയമായി മർദ്ദനമേറ്റ് മാരകമായി പരിക്കേറ്റ എന്റെ കക്ഷിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കാൻ വകുപ്പുണ്ടല്ലോ. പ്രമോദിന്റെ അച്ഛൻ മിസ്റ്റർ വാസുദേവൻ വണ്ടിയുമായി പുറത്ത് കാത്തു നിൽക്കുകയാണ്. ഞങ്ങൾക്ക് പോകാമോ? പ്രമോദിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാമോ? അതാവാം. ആ, തൽക്കാലം അത് മതി. ബാക്കിയൊക്കെ പിന്നീട് കാണാം.